ഹിജാബ് വിഷയത്തിലടക്കം ഇടതു വലതു മുന്നണികൾക്ക് പ്രീണന രാഷ്ട്രീയമാണെന്ന് കൊച്ചി കോർപ്പറേഷനിലെ NDA സ്ഥാനാർത്ഥിയായ പള്ളുരുത്തി കച്ചേരിപ്പടി വാർഡിൽ മത്സരിക്കുന്ന ജോഷി കൈതവളപ്പിൽ. ഹിജാബിന്റെ പേരിൽ സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ മതമൗലികവാദികൾക്കെതിരെ ശക്തമായ നിലപാടായിരുന്നു പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ PTA പ്രസിഡന്റ് ജോഷി സ്വീകരിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ജനം TVയോട് സംസാരിക്കുകയായിരുന്നു ജോഷി. ഇത്തവണ കൊച്ചി കോർപ്പറേഷനിലേക്ക് BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും കരുത്തനായ മതമൗലികവാദികളോട് എന്നും സന്ധിയില്ലാത്ത ഒരു പ്രവർത്തനങ്ങൾ തന്നെ നടത്തിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഉള്ളത്. അദ്ദേഹം ജോഷി കൈതവളപ്പിൽ PTA പ്രസിഡൻ്റായിരുന്നു. എങ്ങനെയാണ് പ്രത്യേകിച്ച് അവിടെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മതമൗലികവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ PTA പ്രസിഡന്റ് എന്ന നിലയിൽ സെന്റ് റീത്ത സ്കൂളിലെ PTA പ്രസിഡന്റ് എന്ന നിലയിൽ തുടക്കം മുതൽ അങ്ങ് ശക്തമായ ഒരു നിലപാട് അവിടെ സ്വീകരിച്ചിരുന്നു. ദേശീയതയ്ക്കൊപ്പവും ഇത്തരത്തിൽ മതമൗലികവാദികൾക്കെതിരെയുമുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. അത് ഏതാണ് ഈ ഡിവിഷൻ നിലവിൽ കച്ചേരിപ്പടി ഡിവിഷൻ ആണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? തീർച്ചയായിട്ടും ഇരു മുന്നണികളും CPM ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഈ കോർപ്പറേഷൻ രൂപീകരിച്ച കാലം മുതൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വികസനം കാണണമെങ്കിൽ നമ്മൾ ഇടവഴികളിലൂടെ സാധാരണക്കാർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വികസനം കാണാൻ പറ്റുള്ളൂ. അവിടെ വലിയ ടർഫ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ കളിസ്ഥലം ഉണ്ടായതുകൊണ്ടോ സാധാരണ വികസനം എന്ന് പറയാൻ പറ്റില്ല. സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടക്കാൻ സൗകര്യങ്ങൾ, നല്ല കുടിവെള്ള പദ്ധതികൾ, ഇതൊന്നും തന്നെയില്ല. അത് 10-30 വർഷത്തിന് മേലായി കിടക്കുന്ന പഴയ കാലങ്ങളിലുള്ള പൈപ്പുകൾ, പല റോഡുകളിലും പൈപ്പ് പൊട്ടി വെള്ളം പുറത്തോട്ട് വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹത്തിന് ചേർന്ന പ്രവൃത്തികളല്ല ഈ പറയുന്ന ഇരു മുന്നണികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും മാറി മാറി വരുന്ന ആളുകൾ സഖി കിട്ടും. തീർച്ചയായിട്ടും നല്ല വഴികളുണ്ടെങ്കിൽ തന്നെ കുറേ വികസനം നമുക്ക് ഫീൽ ചെയ്യും. നല്ല കുടിവെള്ളം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ നല്ല ജീവിതം ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ ഇവർ കുറേ വലിയ വൻ പദ്ധതികൾ, സ്റ്റേഡിയം പോലെയുള്ള പദ്ധതികളോ ടർഫ് പോലെയുള്ള കോടികൾക്കുള്ള ബഡ്ജറ്റുള്ള പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത്. പക്ഷേ ആ പദ്ധതികളിൽ നിന്നുള്ള തുച്ഛമായ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നടവഴികൾ, യാത്രാ ക്ലേശങ്ങൾ പരിഹരിക്കാം, റോഡുകൾ പൂർത്തീകരിക്കാം, എന്തെല്ലാം പദ്ധതികളുണ്ട്. ഒന്നും തന്നെ ചെയ്യാതെ ഇരു മുന്നണികളും സ്വന്തം പോക്കറ്റ് വെറുപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മത്സരത്തിലേക്ക് വന്നത്. പ്രത്യേകിച്ച് അവിടെ ഈ ഒരു പ്രീണന രീതി, പ്രീണന രാഷ്ട്രീയം അവിടെ ഒരു കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഹിജാബ് വിഷയമൊക്കെ ചർച്ചയാവുമോ? തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹിജാബ് വിഷയമുണ്ടായപ്പോൾ ഏറ്റവും അടുത്തുണ്ടായിരുന്ന കൗൺസിലറാണ് ആ ഒരു സ്കൂളിൻ്റെ എന്താ പറയുക രക്ഷാധികാരി പോലുള്ള അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയിലുള്ള കൗൺസിലർ ആ ഭാഗത്തോട്ട് ഇന്ന് വരെ വിഷയം കഴിഞ്ഞിട്ട് പോലും ആ പ്രദേശത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. അത് CPMൻ്റെ കൗൺസിലറാണ്. പക്ഷേ വിവാദമുണ്ടായപ്പോൾ ആദ്യം വന്നത് ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് ഞങ്ങളാരും വിളിച്ചു വരുത്തിയതല്ല. പക്ഷേ ഷോൺ ജോർജ് വന്നതിന് ശേഷമാണ് അവിടുത്തെ UDFൻ്റെ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ ആളുകൾ അവിടെ വന്നത്. ഈ മതമൗലികവാദികൾക്കെതിരായ ഒരു ശക്തമായ മതമൗലികവാദികൾക്കെതിരായ ഒരു പോരാട്ടത്തിൻ്റെ ഒരു വിജയം കൂടി ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മൾ മതേതര മൂല്യങ്ങൾ പിടിക്കുന്ന ഒരു പാർട്ടിയാണ് NPP, നാഷണൽ പീപ്പിൾ പാർട്ടി. ആ മതേതര മൂല്യങ്ങൾ പിടിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പാർട്ടിയുടെ നിർദ്ദേശം എനിക്ക് സമ്മർദ്ദമുണ്ടായി. പക്ഷേ ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ പാർട്ടിയുടെ തീരുമാനമാണ് ഞാനിവിടെ ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഹിജാബ് വിഷയത്തിലടക്കം അവിടെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ജോഷിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു. മതമൗലികവാദികൾക്ക് കീഴ്പ്പെടേണ്ടതല്ല ഈ സമൂഹം എന്ന കൃത്യമായ സന്ദേശം അവിടെ ഉറച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുതന്നെയാണ് അത് വോട്ടായി മാറുമെന്നും അത് കൃത്യമായി തന്നെ വിജയത്തിലേക്ക് എത്തിക്കും. ജനം മാറി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് ജോഷി കൈതവളപ്പിലും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സുശോഭിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.